നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് അതീവ ശക്തിയേറിയ കരിങ്കാളി വശ്യമന്ത്രത്തിനെ പറ്റിയാണ്. റിലേഷൻഷിപ്പിൽ ഒരുപാട് പേര് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. ആ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒഴിവാക്കി നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ നിങ്ങളിലേക്ക് കൊണ്ടുവരാനും, പ്രണയിക്കുന്നവർ തമ്മിൽ കലഹമുണ്ടായാൽ ആ കലഹങ്ങളൊക്കെ മാറ്റി തമ്മിൽ ഒരുപാട് ആകർഷണവും സ്നേഹവും ഉണ്ടാവാനും, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കലഹങ്ങൾ മാറുവാനും ഈ മന്ത്രം ഒരുപാട് ഉപകാരപ്പെടുന്നതാണ്. പിണങ്ങുന്നവരെ വശീകരിക്കാനും കാര്യസാധ്യത്തിനും വേണ്ടിയുള്ള മന്ത്രമാണ് കരിങ്കാളി വശ്യമന്ത്രം. നല്ല ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഈ മന്ത്രം ഉപയോഗിക്കുക. ദുരുദ്ദേശത്തിന് ഒരിക്കലും ഈ മന്ത്രം ഉപയോഗിക്കാൻ പാടുള്ളതല്ല. ആചാര്യശ്രേഷ്ഠന്മാർ ഇത് പ്രത്യേകം പറയുന്നുണ്ട്. 100% തിരിച്ചടി ഉറപ്പാണ്. ഏത് ദുരുദ്ദേശത്തിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ ഈ മന്ത്രം ഉപയോഗിച്ചത്, ആ ആവശ്യം നിങ്ങൾക്ക് താൽക്കാലികമായി നേടാൻ കഴിയുമെങ്കിലും നിങ്ങൾക്ക് വരാനിരിക്കുന്ന ആപത്ത് വളരെ വലുതായിരിക്കും. അതുകൊണ്ട് സൂക്ഷിച്ച് മാത്രം ഈ മന്ത്രം ഉപയോഗിക്കുക. വെള്ളിയാഴ്ച രാത്രി 108 തവണയും അടുത്ത ചൊവ്വാഴ്ച രാത്രി 108 തവണയുമാണ് ഈ മന്ത്രം ജപിക്കേണ്ടത്. കാളി മന്ത്രമായതുകൊണ്ട് തന്നെ 100% വിശ്വാസത്തോടുകൂടി മാത്രമായിരിക്കണം ഈ മന്ത്രം ജപിച്ചു തുടങ്ങേണ്ടത്. വ്രതം നോൽക്കേണ്ടതില്ല. എന്നാൽ വെള്ളി ചൊവ്വ ദിവസങ്ങളിൽ ശുദ്ധി പാലിക്കണം. കുളി കഴിഞ്ഞ ശേഷം മാത്രം മന്ത്രം ജപിക്കേണ്ടതാണ്. വെറും നിലത്തിരുന്ന് മന്ത്രം ജപിക്കുവാൻ പാടുള്ളതല്ല. ബെഡ്ഷീറ്റോ പായോ പലകയോ വിരിച്ചിട്ട് വേണം, അതിൻ്റെ പുറത്തിരുന്ന് വേണം മന്ത്രം ജപിക്കുവാൻ. ഇത് വശ്യമന്ത്രം ആയതിനാൽ വലതു ദിശ തിരിഞ്ഞിരുന്ന് മന്ത്രം ജപിക്കുന്നത് ഉത്തമമാണ്. മത്സ്യമാംസാദികൾ കഴിക്കാതിരിക്കണം. പിണങ്ങിപ്പിരിഞ്ഞ ഭാര്യ ഭർത്താവ് ഈ മന്ത്രം ചൊല്ലുന്നതിലൂടെ പിണക്കം മാറി ഇഷ്ടമാകുകയും ചെയ്യും. നിങ്ങൾ പിരിയാനുണ്ടായ കാരണം പങ്കാളിക്ക് വേറൊരു സ്ത്രീയോടോ പുരുഷനോടോ തോന്നിയ ആകർഷണമോ ഇഷ്ടമോ ആണ് എന്നുണ്ടെങ്കിൽ അത് മാറി നിങ്ങളിലേക്ക് തന്നെ തിരിച്ച് മടങ്ങി വരുവാനും ഈ മന്ത്രം സഹായിക്കുന്നതാണ്. മഹാദേവനെ ഗുരുവായി സങ്കല്പിച്ച് മന്ത്രം ജപിക്കേണ്ടതാണ്. മന്ത്രം എന്താണെന്ന് നമുക്ക് നോക്കാം. ഓം ഹ്രീം ക്ലീം കാളി കപാലധാരിണി ത്രൈലോക്യ മോഹന സർവഭൂതേ ജഗത് മോഹയ മോഹയ സ്ത്രീണാം പുരുഷസ്യ തത് മോഹിനിയേ സർവേഷാം മോഹാകർഷയ സ്വാഹ. മന്ത്രം ഒന്നുകൂടെ നോക്കാം. ഓം ഹ്രീം ക്ലീം കാളി കപാലധാരിണി ത്രൈലോക്യ മോഹന സർവഭൂതേ ജഗത് മോഹയ മോഹയ സ്ത്രീണാം പുരുഷസ്യ തത് മോഹിനിയൈ സർവേഷാം മോഹാകർഷയ സ്വാഹ. ഈ മന്ത്രം ജപിക്കുന്ന സമയത്ത് വശീകരിക്കേണ്ട വ്യക്തിയുടെ മുഖം മനസ്സിൽ സങ്കല്പിക്കുക. ജപം പൂർത്തിയായതിനു ശേഷം ആ വ്യക്തിയുടെ പേരും നാളും കൂടി പറയണം. ഈ മന്ത്രങ്ങൾ നിങ്ങളുടെ ഒരു അറിവിനായിട്ട് മാത്രം സ്വീകരിക്കുക. താല്പര്യമുള്ള വിശ്വാസികൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഈ മന്ത്രങ്ങൾ. വിശ്വാസമില്ലാത്തവർ ഈ മന്ത്രം ജപിക്കേണ്ടതില്ല. ഒന്നുകൂടി പറയുകയാണ്, മന്ത്രത്തെ ദുരുപയോഗം ചെയ്യാതിരിക്കുക. വളരെ ശക്തിയേറിയ മന്ത്രമായതിനാൽ മന്ത്രം ദുരുപയോഗം ചെയ്താൽ ദുരുപയോഗം ചെയ്യുന്നവർക്ക് വളരെയേറെ ആപത്തുണ്ടാക്കുന്നതാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായും രേഖപ്പെടുത്താവുന്നതാണ്. ആർക്കെങ്കിലും എൻ്റെ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതുമാണ്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടേക്ക് കെയർ. ബൈ. താങ്ക് യു.